ഒരു കാലത്ത് നമ്മുടെ ചായക്കടകളിലൊക്കെ എഴുതി വെച്ചിരുന്ന ഒരു കാര്യമാണ് ഇവിടെ രാഷ്ട്രീയം പറയരുത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ പൂത്ത അടിയായിരിക്കും. ഈ ആൾക്കാർ ചായ കുടിക്കാൻ വന്നിരുന്നിട്ട് 1.5 മണിക്കൂർ അവിടെ ഇരുന്ന് രാഷ്ട്രീയം പറഞ്ഞ് ചായക്കടക്കാരന് കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ തടയാൻ വേണ്ടി കടമുതലാളി എഴുതി വെച്ചിരുന്നു ഇവിടെ രാഷ്ട്രീയം പറയരുത്. എന്നാൽ നമ്മൾ പറയുന്നു ഇവിടെ രാഷ്ട്രീയം പറയാം. ഇന്ന് ഈ സംവാദവേദി ഇന്ന് മലപ്പുറത്താണ്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മലപ്പുറം ടൗൺ ഹാളിന് മുന്നിലാണ് പരിപാടി നടക്കുക. ആഷ്മി താജ് ഇബ്രാഹിമാണ് അവതാരകൻ. മലപ്പുറത്ത് ആഷ്മി എത്തിച്ചേർന്നു. ഇപ്പോൾ ആഷ്മി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് മലപ്പുറത്തെ പരിപാടിയെക്കുറിച്ച് കൂടുതൽ പറയാൻ. ഗുഡ് മോർണിംഗ് ആഷ്മി താജ് ഇബ്രാഹിം. ആഷ്മി വല്ലാണ്ട് പണിയെടുക്കുന്നു എന്നൊക്കെ ചില പ്രേക്ഷകർ പറയുന്നുണ്ട്. പണി കിട്ടുമോ? പറയൂ മലപ്പുറത്തെ പരിപാടിയെക്കുറിച്ച്. ഇല്ല ഇവിടെ ചായക്കട പറയുന്ന പോലെ പൂത്താടി നടക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. വലിയ വാശിയും വീറും വാശിയേറിയ ചർച്ചയാണ്. 1 മണിക്കൂറും തികയുന്നില്ല. 1 മണിക്കൂർ നമ്മുടെ ചർച്ച കഴിയുമ്പോഴും ആ ചർച്ച തുടരുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്നലെ പൊന്നാനിയിലൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ അത് സ്വാഭാവികമാണ്. കാര്യം ഇന്നേക്ക് 24-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. അപ്പോൾ നമ്മൾ വടക്ക് നിന്ന് കാസർഗോഡ് മുതൽ കണ്ണൂർ മുതൽ വടകരയും കോഴിക്കോടും ഒക്കെ കടന്ന് പൊന്നാനിയും കടന്ന് ഇന്ന് മലപ്പുറത്താണ്. പൊന്നാനിയിലൊക്കെ ഇന്നലെ വീറും വാശിയുമുള്ള ഒരുപാട് വിഷയങ്ങൾ, ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഒരു വോട്ടർക്ക് ഇത്രമാത്രം ആഴത്തിൽ ഈ പ്രശ്നങ്ങൾ, ഇലക്ട്രൽ ബോണ്ടും കാര്യങ്ങളൊക്കെ അറിയാവോ എന്ന് ചിലപ്പോൾ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള ആഴത്തിൽ പഠിച്ച മനുഷ്യന്മാരെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ പല വിഷയങ്ങൾ, പൗരത്വ ഭേദഗതിയൊക്കെ പല വിഷയങ്ങൾ വളരെ സജീവമായി ചർച്ച ഇന്നലെ പൊന്നാനിയിൽ കണ്ടത്. ഇന്ന് മലപ്പുറത്ത് നമുക്കറിയാം, മലപ്പുറത്ത് ഇക്കുറി E.T. മുഹമ്മദ് ബഷീർ സ്വന്തം ജന്മസ്ഥലത്തേക്ക് മത്സരിക്കാനെത്തുന്നു. അത് ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ്. അത് ആരും പൊളിക്കാൻ നോക്കണ്ട, ആരും കൊതിക്കാൻ നോക്കണ്ട എന്ന് UDF ആത്മവിശ്വാസം, ലീഗ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പക്ഷേ 2004 നിങ്ങൾക്ക് മഞ്ചേരി ഓർമ്മയില്ല UDF എന്ന് ചോദിക്കുന്നുണ്ട്. LDF അന്ന് TK ഹംസയിലൂടെ മലപ്പുറമായി മാറിയ മഞ്ചേരി പിടിച്ച ഒരു ചരിത്രം അന്ന് LDF പ്രതീക്ഷയോടെ വെച്ച് പുലർത്തുന്നു. ഇവിടെ വസീഫ് ഡിവൈഎഫ്ഐയുടെ യുവമുഖം, CPM-ന്റെ യുവമുഖം ആഞ്ഞു പണിയെടുക്കുന്നുണ്ട്. ആദ്യം സ്ഥാനാർത്ഥി പട്ടികയിൽ അല്ലെങ്കിൽ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായ വസീഫിന് അന്ന് മുതൽ നന്നായി പണിയെടുക്കുന്നു. നമുക്കറിയാം CPM-ന്റെ സംഘടനാ സംവിധാനം, എണ്ണയിട്ട യന്ത്രം പോലെ ഇവിടെയൊക്കെ പരമാവധി വോട്ടുകൾ ശേഖരിക്കാൻ അട്ടിമറി എന്ന പ്രതീക്ഷയിൽ തന്നെ മത്സരിക്കുന്നു. പക്ഷേ അട്ടിമറിക്ക് ഉണ്ടാവുമെന്ന് കാത്തിരുന്നതാണ്. BJP-യും അവരുടെ കിട്ടാവുന്ന നല്ല സ്ഥാനാർത്ഥി അബ്ദുൽ സാൻമാർ ഇറക്കിക്കൊണ്ട് എത്രത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്നൊരു ട്രൈ നടത്തുകയാണ്. എന്തായാലും SKN പൗരത്വ ഭേദഗതി അടക്കം, ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടും ദേശീയ പ്രശ്നങ്ങളും അടക്കം, കേരളത്തിലെ പ്രശ്നങ്ങളടക്കം, സപ്ലൈകോ അടക്കം, മാസപ്പടി അടക്കം എല്ലാ വിഷയങ്ങളും വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും 4 മുതൽ 5 വരെ നടക്കുന്ന ചർച്ചയിൽ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ചർച്ചയിലേക്ക് വരും എന്ന് തന്നെ കരുതണം. SKN നമ്മുടെ ഷാദ് റഹ്മാൻ. ഷാദ്, ഇത് നമ്മൾ പരിപാടി നടക്കുന്നത് എവിടെയാണ്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക ടൗൺ ഹാളിലാണ്. യെസ്, മലപ്പുറം ടൗൺ ഹാളിലാണ്. CPM-ൽ നിന്ന് ശ്യാം പ്രസാദാണ് പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് TP അഷ്റഫ് അലി, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് എന്നിവരാണ് ഇന്ന് വൈകുന്നേരം ഇവിടെ ടൗൺ ഹാളിൽ, നമ്മൾ ടൗൺ ഹാളിന്റെ ഫ്രണ്ടിലാണുള്ളത്, ടൗൺ ഹാളിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുക. നന്നായിട്ട് ആൾ വരും. പ്രത്യേകിച്ച് കൃത്യമായിട്ട് രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരാണ് മലപ്പുറത്തുകാർ. അതുകൊണ്ട് നന്നായിട്ട് ആൾ വരും. ഇന്നലെ നമ്മൾ പൊന്നാനിയിലൊക്കെ കണ്ടതാണ്. അതുപോലെ തന്നെ വലിയ രീതിയിൽ ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ SKN അങ്ങനെയാണ്. അപ്പോൾ രാഷ്ട്രീയം വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന, അതിനെ വളരെ അഗ്രസീവായി തന്നെ സമീപിക്കുന്ന, എന്ന് പറഞ്ഞാൽ അതിൽ ഇടപെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം മനുഷ്യരുടെ സ്ഥലമാണ് ഈ പറഞ്ഞ വടക്കൻ ടെറൈൻ എന്ന് ഉറപ്പായും പറയാം. അപ്പോൾ ഉറപ്പായും ആളുകൾ ഇങ്ങോട്ടേക്ക് വരും. ആളുകൾ സജീവമായ ചർച്ചയിൽ പങ്കെടുക്കും. നമ്മൾ ഈ ടൗൺ ഹാളിലേക്ക്, മലപ്പുറം ടൗൺ ഹാളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾ, രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയമില്ല നിഷ്പക്ഷർ, മലപ്പുറത്തെക്കുറിച്ച് പറയാണ്ട് വികസനത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരെയും ഇങ്ങോട്ടേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു ആഷ്മി താജ് ഇബ്രാഹിം. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ പ്രോഗ്രാം. ഓക്കെ, അടിച്ചു പൊളിക്കുക. ഇന്ന് വൈകിട്ട് 4 മണിക്ക് മലപ്പുറം ടൗൺ ഹാളിലാണ് പരിപാടി അരങ്ങേറുക. ഇവിടെ രാഷ്ട്രീയം പറയാം. വാർത്താധിഷ്ഠിത പരിപാടി തന്നെയാണ്. ഈ പരിപാടി തത്സമയം 24 സംപ്രേഷണം ചെയ്യും 1 മണിക്കൂർ ദൈർഘ്യത്തിൽ. ഇന്ന് വൈകുന്നേരം 4 മുതൽ 5 മണി വരെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.